ഹായ് ഫ്രണ്ട്സ്, ഇന്നലെയും ഇന്നുമായിട്ട് കുറെ പേർക്ക് CM ടൂള് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതേ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു. അത് കണ്ടിട്ട് അതേപോലെ സെറ്റപ്പ് ചെയ്തവർക്കൊക്കെ ഇപ്പൊ CM ടൂൾ ഓണാക്കി കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കിട്ടാത്ത കുറച്ച് പേർക്ക്. എന്ന് വെച്ചാൽ ഒരു 1.5 ലക്ഷത്തോളം ഫോളോവേഴ്സും മില്യൺ കണക്കിന് വ്യൂസ് ഒക്കെ ഉണ്ടായിട്ടും കിട്ടാത്തവർക്ക് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് കൂടിയിട്ട് ഒന്നുകൂടി പറയാം. ഇന്നലെ CM ടൂള് കിട്ടിയവരിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഫേസ്ബുക്ക് മെയിൻ പ്രൊഫൈൽ യൂസ് ചെയ്യുന്നവർക്ക് കിട്ടിയത്. ഫേസ്ബുക്കിന്റെ പേജ് യൂസ് ചെയ്യുന്നവർക്ക് വളരെ കുറച്ച് പേർക്ക് മാത്രമേ CM ടൂൾ ഓണായി കിട്ടിയിട്ടുള്ളൂ. അതിനുള്ള ഒരു മെയിൻ റീസൺ, ഫേസ്ബുക്ക് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പേജ് സെറ്റപ്പ് പോയിട്ട് പേജിന്റെ മോഡ് ക്രിയേറ്റർ മോഡ് ആക്കിയാൽ മാത്രമേ നമ്മൾ ഇടുന്ന ഓരോ കണ്ടന്റിനും ഫേസ്ബുക്ക് CM ടൂള് ഓണാക്കി തന്നിട്ട് ഏണിങ്സ് തരുള്ളൂ. മനസ്സിലായി? ഒന്നുകൂടി പറയാം. നിങ്ങളൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലായിട്ട് പോസ്റ്റുകൾ ഇടും, ഒറിജിനൽ കണ്ടന്റ് മാത്രം ഇടും, ഒരുപാട് വ്യൂസ് കിട്ടും, ചിലത് വൈറലാവും, ലക്ഷക്കണക്കിന് എൻഗേജ്മെന്റ് ഉണ്ടാവും. പക്ഷെ അതൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് CM ടൂൾ ഓണായി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോയിട്ട് പേജ് സെറ്റപ്പ് പോയിട്ട് പേജിന്റെ മോഡ് ക്രിയേറ്റർ മോഡ് ആക്കണം. ഇനി നിങ്ങളെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്കുള്ള വീട്ടിലുള്ള എന്തെങ്കിലും ചക്ക മാങ്ങ തേങ്ങ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് പേജ് വഴി നിങ്ങൾക്ക് ബിസിനസ് നടക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു മോഡിലേക്ക് മാറ്റണമെന്നില്ല. നിങ്ങളുടെ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോയാൽ മതി. പക്ഷെങ്കിൽ നിങ്ങളിടുന്ന ഓരോ പോസ്റ്റിനും അത് വീഡിയോ ആയിക്കോട്ടെ, ടെക്സ്റ്റ് ആയിക്കോട്ടെ, ഫോട്ടോ ആയിക്കോട്ടെ, എന്തിനെങ്കിലും ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് വരുമാനം തരണം ആഗ്രഹിക്കുന്നവർ ഞാൻ ഈ പറയുന്ന സെറ്റപ്പ് ചെയ്യുക. ഇനി അതിനു മുമ്പ് മറ്റൊരു കാര്യം, പലരും പറയുന്നത് നമുക്ക് CM ടൂൾ ഓണായി കിട്ടാത്തതിന്റെ കാരണം എൻഗേജ്മെന്റ് ഒക്കെ വളരെ ലോ ആയിട്ട് അല്ലെങ്കിൽ വ്യൂസ് ലോ ആയതുകൊണ്ടാണെന്ന്. അതായത് നമ്മുടെ പ്രൊഫഷണൽ മോഡിലേക്ക് ക്ലിക്ക് ചെയ്താൽ എൻഗേജ്മെന്റ് ഒക്കെ മൈനസ്, റെഡ് കളറിൽ മൈനസ് ഇത്ര പെർസെന്റേജ് കാണിക്കുന്നു, അപ്പോഴൊന്നും കിട്ടില്ല എന്ന് പറയുന്നത് അത് വെറും പറയൽ മാത്രമാണ്. കാരണം എനിക്ക് -86% എൻഗേജ്മെന്റും വ്യൂസൊക്കെ ജസ്റ്റ് ഒരു 25,000 ഒക്കെ ആ ഒരു ലെവൽ എത്തുമ്പോഴേന്ന് എനിക്ക് CM ടൂൾ ഓണായി കിട്ടിയത്. എല്ലാം വളരെ മൈനസ് ആയിട്ടുള്ള സമയത്ത്. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ 1-2 ദിവസം കൂടുമ്പോഴൊക്കെ ഒരു 10-20 വരെ സപ്പോർട്ട് തിരിച്ച് ചെയ്താൽ അവർ തിരിച്ചും ചെയ്യും. തീരെ ചെയ്യാതെ നിൽക്കേണ്ടത്, പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ എൻഗേജ്മെന്റ് CM ടൂള് കിട്ടുന്നതായിട്ട് നമ്മൾ യാതൊരു ബന്ധവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് എങ്ങനെ ഈ പേജ് സെറ്റപ്പ് ക്രിയേറ്റർ ആക്കി മാറ്റണം എന്നുള്ള വീഡിയോയിലേക്ക് പോകാം. അതാക്കിയാൽ മാത്രമേ നിങ്ങളെ പേജിന്, അതാക്കി 2 മാസം നിങ്ങൾ ഒരു ദിവസം മിനിമം 2 പോസ്റ്റെങ്കിലും ഇട്ടിട്ട് നിങ്ങൾ 2 മാസമെങ്കിലും മിനിമം വെയിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്തിട്ട് ഈ പേജ് ഫേസ്ബുക്ക് പേജ് ഉപയോഗിക്കുന്ന പലർക്കും കിട്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഉറപ്പിലാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ കിട്ടുന്നതുവരെ നിങ്ങൾ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് എടുത്ത് ഇങ്ങോട്ട് ഇടാതിരിക്കുന്നതാണ് ബെറ്റർ. കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്താൽ പിന്നെ കുറച്ച് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ട് യൂട്യൂബിലിട്ടോ. ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ അതിന്റെ ആ അൽഗോരിതത്തിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. യൂട്യൂബിലിട്ട് അതേ വീഡിയോ ഫേസ്ബുക്കിലിട്ട് കിട്ടിയിട്ട് ടീമുണ്ട്. എന്നാലും കിട്ടാനുള്ള ചാൻസ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബില് CM ടൂള് കിട്ടുന്നവരെ അവിടെ ഇട്ട വീഡിയോസ് ഇവിടെ ഇട്ട വീഡിയോസ് അങ്ങോട്ടും ഇടാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി നമുക്ക് എങ്ങനെ ക്രിയേറ്റർ ടൈപ്പിലേക്ക് മാറ്റാം എന്നതിലേക്ക് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ചെയ്യണം. ഇതാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഹോം പേജ്. ഹോം പേജിന്റെ ഒന്നുകിൽ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് 3 പുൾസുള്ള ലൈൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇടതുവശത്ത് ആയിട്ട് 3 ലൈൻ ഉണ്ടാവും. ആ ലൈനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പേജിലോട്ട് പോകുമ്പോൾ താഴോട്ടേക്ക് വരുമ്പം സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി, അതിൽ സെറ്റിംഗ്സ് എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് വരും. ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് പേജ്, അതിൽ പേജ് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ പേജ് സെറ്റപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ കാണുന്നില്ല പേജ് സെറ്റപ്പ്. ഈ പേജ് സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ പേജ് ടൈപ്പ് ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത്, ഒന്നുമില്ല. നമ്മളൊരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്താൽ ഈ പേജ് ടൈപ്പ് എന്നിടത്ത് ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പൊ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് പേജ് ടൈപ്പ് ക്രിയേറ്റർ എന്നുള്ള അവിടെ വേണം
ക്ലിക്ക് ചെയ്യാം. കാരണം 2 ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ബിസിനസ്, രണ്ടാമത് ക്രിയേറ്റർ. നമുക്ക് ക്രിയേറ്ററിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന കണ്ടന്റിന് മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ക്രിയേറ്റർ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തെ ഹെൽപ്പ് മീ ചൂസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അത് മാറിപ്പോയത്, ക്രിയേറ്റർ കഴിഞ്ഞാൽ ഹെൽപ്പ് മീ ചൂസ് ആണ്, നെക്സ്റ്റ് കൊടുക്കരുത്. ഹെൽപ്പ് മീ ചൂസ് ക്ലിക്ക് ചെയ്യാൻ തന്നെ വേണം. അപ്പോൾ ആ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അപ്പോൾ ഇവിടെ മോണിറ്റൈസ് കാണുന്നില്ലേ, ക്രിയേറ്റ് ആൻഡ് മോണിറ്റൈസ് ഒറിജിനൽ കണ്ടന്റ്. അവിടെ മോണിറ്റൈസ് എന്നുള്ള ഇടത്തിൽ അവിടെയും നമ്മൾ ടിക്ക് കൊടുക്കണം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത പേജിൽ പോയിട്ട് കൺഫേം ഇത് കൊടുക്കണം. അപ്പോൾ ബാക്ക് അടിച്ച് വരുമ്പോൾ പേജ് ടൈപ്പ് ക്രിയേറ്റർ എന്ന് കാണാം. ഇങ്ങനെ ആയാൽ മാത്രമേ നിങ്ങൾക്ക് CM ടൂള് കിട്ടുള്ളൂ. ഇത് ചെയ്യാത്ത ആൾക്കാർക്ക് എത്ര ഒറിജിനൽ കണ്ടന്റ് ഇട്ടിട്ടും എത്ര മില്യൺ കണക്കിന് വ്യൂസും എൻഗേജ്മെന്റ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, CM ടൂൾ കിട്ടില്ല. ഈ ഒരു ഓപ്ഷൻ ചെയ്യുക ഫസ്റ്റ്. പിന്നെ എന്റെ ഈ പേജിൽ ഇതുപോലെ ഫേസ്ബുക്ക് സംബന്ധിച്ചുള്ള നിങ്ങൾക്ക് എന്താ സംശയം ഉണ്ടെങ്കിൽ കമന്റായി ചോദിക്കാം. ഇതുപോലത്തെ ഒരുപാട് പോസ്റ്റുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഇനാര എന്നുള്ള ചാനൽ, അതായത് എന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇനാര എന്നുള്ള ചാനലിനെ കാണാം. അതിൽ ജോയിൻ ചെയ്താൽ അതിൽ ഈ ഫേസ്ബുക്ക് സംബന്ധിച്ച പോസ്റ്റുകൾ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.